നമസ്കാരം. യുദ്ധം അതിൻ്റെ 30ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. അതായത് ഒരു മാസം പൂർത്തിയാക്കിയിരിക്കുന്നു. ഫെബ്രുവരി മാസം 28-നായിരുന്നു അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ഒരാഴ്ച കൊണ്ട് ഇറാൻ്റെ കഥ കഴിക്കും എന്നായിരുന്നു പ്രതീക്ഷ. ഇറാൻ്റെ ഏറ്റവും ഉയർന്ന ലീഡർ, സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖുമൈനി അടക്കം സൈനിക തലവനടക്കം 48 പേരെ വകവരുത്തിയായിരുന്നു യുദ്ധത്തിന് തുടക്കം. പക്ഷേ പ്രതീക്ഷകളൊക്കെ തെറ്റി. ഇറാൻ ഒരു മാസമായിട്ടും പ്രതിരോധം തുടരുന്നു. പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ, ഭീഷണികൾ, ഡെഡ് ലൈനുകൾ, വെടിനിർത്തൽ പ്രഖ്യാപനം, വെടിനിർത്തൽ നീട്ടിവയ്ക്കൽ തുടങ്ങിയവയൊക്കെ ട്രംപ് ഇറക്കിയെങ്കിലും ഒന്നും വിലപ്പോയില്ല. യുദ്ധം അതേ രീതിയിൽ തുടരുന്നു. ഇന്നലെ ട്രംപ് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. എല്ലാ ദിവസവും ട്രംപ് എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ ഇന്നലെ ട്രംപ് പ്രത്യേകിച്ച് ഒരഭിപ്രായവും പറഞ്ഞില്ല. യുദ്ധം 30ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഏറെ പ്രതീക്ഷ നൽകുന്നത് ട്രംപ് നിശബ്ദനാവുന്നു എന്നത് തന്നെയാണ്. ട്രംപിൻ്റെ അമിതാവേശവും എടുത്തുചാട്ടവുമാണ് പലപ്പോഴും യുദ്ധത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്നത്. ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കാൻ കഴിയുന്ന യുദ്ധമല്ലിത്. അന്തിമ വിജയം അമേരിക്കയ്ക്കും ഇസ്രായേലിനും തന്നെയാണ്. അവരുടെ ആയുധ ശേഖരത്തിന് മുമ്പിൽ ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പക്ഷെ ഒരു മാസം ഇറാൻ പിടിച്ചു നിന്നു എന്നതും, ഇറാൻ്റെ ആയുധ ശേഖരം ബാക്കി എത്രയുണ്ട് എന്നതും, ഇറാനെ ഇപ്പോൾ ആര് നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ആശയക്കുഴപ്പങ്ങളുമൊക്കെ അമേരിക്കയും സഖ്യകക്ഷികളെയും ആശങ്കപ്പെടുത്തുന്നുണ്ട്. യുദ്ധം നീളുന്നതനുസരിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പ്രതിസന്ധി രൂക്ഷമാകും, ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും. ആ രണ്ട് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ലോകമെമ്പാടും യുദ്ധത്തിൻ്റെ അനുരണനങ്ങൾ പ്രതിഷേധമായി, പ്രതിരോധമായി മാറുകയാണ്. ഇന്ധനക്ഷാമം അതിൻ്റെ രൂക്ഷാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും ഇന്ധനവില കൂടി. എല്ലായിടത്തും ഗ്യാസിനും ഇന്ധനത്തിനും റേഷനിങ് സമ്പ്രദായത്തിൻ്റെ പല വഴികൾ തിരഞ്ഞെടുക്കുന്നു. സ്ലൊവേനിയ എന്ന രാജ്യം റേഷനിങ് ഏർപ്പെടുത്തിയിരുന്നു. എല്ലാവർക്കും വാങ്ങാൻ കഴിയില്ല. ബ്രിട്ടൻ ആഴ്ചയിൽ 4 ദിവസമായി തൊഴിലിടത്തെ പണിയെടുക്കൽ പരിമിതപ്പെടുത്താൻ പോകുന്നു. ആളുകൾ കഴിയുന്നതും വെളിയിലിറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള വഴിയാണ്. അതുകൊണ്ട് ആഴ്ചയിൽ 4 ദിവസം പണിയെടുത്താൽ മതി എന്ന തരത്തിലേക്ക് മാറുന്നു. ഓസ്ട്രേലിയ ആവട്ടെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫ്രീ ആക്കി കൊടുത്തു. എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വണ്ടി ഇട്ടിട്ട് വരൂ, എന്നിട്ട് നിങ്ങൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ, ട്രെയിനിലും ബസ്സിലുമൊക്കെ യാത്ര ചെയ്താൽ മതി എന്ന് പറയുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഇന്ധന നിയന്ത്രണം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ധന ലഭ്യത ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം എന്ന അവസ്ഥ രൂപപ്പെട്ടു. ഇന്നലെയും സൗദി അറേബ്യയും UAEയും കുവൈറ്റും അടക്കമുള്ള GCC രാജ്യങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഇടവേളയ്ക്ക് ശേഷം ഖത്തറിന് നേരെയും ഇറാൻ മിസൈലുകൾ പ്രയോഗിച്ചു എന്നാണ് വാർത്ത. യുദ്ധം ആരംഭിച്ചതിന് ശേഷം ടെഹ്റാന് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണം ഇന്നലെയായിരുന്നു എന്ന് ടെഹ്റാനിൽ നിന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ നിർത്താതെ തീമഴ പെയ്യിക്കുകയായിരുന്നു ടെഹ്റാനിൽ. ഏതാണ്ട് 701 ഇന്നലെ ആക്രമണമുണ്ടായി. അതിൽ 70% ആക്രമണവും നടന്നത് തലസ്ഥാന നഗരമായ ടെഹ്റാനിലാണ്. നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നു. ഇതുവരെ ഇറാനിൽ 1551 പേർ കൊല്ലപ്പെട്ടെന്നും 236 പേർ കുട്ടികളാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനിൽ സർവനാശം വിതയ്ക്കുകയാണ് ഇസ്രായേൽ. അല്പം പോലും സമയം കളയാതെ ഇസ്രായേൽ തുടർച്ചയായി തീ തുപ്പിക്കൊണ്ടിരിക്കുന്നു. ടെഹ്റാനിൽ പലയിടങ്ങളിലും വൈദ്യുതിയില്ല. ടെഹ്റാനിലെ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കപ്പെട്ടിട്ട് ദിവസങ്ങളായി. അതുകൊണ്ട് തന്നെ ടെഹ്റാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ആർക്കും നിശ്ചയമില്ല. അതേസമയം ഇറാൻ അവരുടെ പ്രതിരോധവും തിരിച്ചടിയും അവസാനിപ്പിച്ചിട്ടുമില്ല. എവിടെ നിന്നാണ് അവരിത് കോപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പലർക്കും അത്ഭുതമാണ്. കാരണം ഇറാൻ്റെ ആയുധ ശേഖരങ്ങൾക്ക് നേരെയാണ് ഇസ്രായേലും അമേരിക്കയും തുടർച്ചയായി ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും ഇറാൻ നിർത്താതെ ക്രൂസ് മിസൈലുകൾ അടക്കം, ഡ്രോണുകൾ അടക്കം അയച്ചുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ ഇന്നലെയും ആക്രമിക്കപ്പെട്ടു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന യമനിലെ റിബലുകളായ ഹൂത്തികൾ ക്രൂസ് മിസൈൽ പ്രയോഗവുമായി രംഗത്തെത്തി എന്നതാണ്. അവരിന്നലെ 2 തവണ ഇസ്രായേലിലേക്ക് മിസൈൽ പ്രയോഗിച്ചു. ഈ മിസൈലുകൾ നിർവീര്യമാക്കി എന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ഹിസ്ബുള്ള പങ്കെടുക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തിലാണ് 2ാം യുദ്ധമുഖം തുറന്ന് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടത്. ബെയ്റൂട്ട് ടെഹ്റാൻ്റെ അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. നൂറുകണക്കിന് ആളുകളാണ് ബെയ്റൂട്ടിലും കൊല്ലപ്പെട്ടത്. ലെബനനിൽ ഹിസ്ബുള്ളയ്ക്ക് തലപൊക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഇറാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ കൊല്ലപ്പെട്ടത് ലെബനോനിലാണ്. ഒരേ സമയം 2 യുദ്ധമുഖം തുറന്നുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തിൻ്റെ ഭാഗമാണ് ലെബനോൺ തുടർച്ചയായി ആക്രമിക്കപ്പെടുന്നത്. അതേസമയം ഹൂത്തികൾ രംഗത്തിറങ്ങുമ്പോൾ അവർ കൂടുതൽ ഇന്ധന പ്രതിസന്ധി ഉണ്ടാക്കും എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ചെങ്കടലിലെ ബാബ് അൽ മൻഡാബ് കടലിടുക്ക് ഹൂത്തികൾ പിടിച്ചെടുത്തേക്കുമെന്നും
അവിടെയുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായേക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത്. ഹോർമോസ് കടലിടുക്കിൽ ഇപ്പോൾ തന്നെ ഇറാൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നു. അതിലെ ആർക്കും പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. പോകുന്ന കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നതോടെ ഇൻഷുറൻസ് കമ്പനികൾ ഇൻഷുറൻസ് നൽകാതായതോടെ ഒരു കപ്പലും എത്താത്ത സാഹചര്യമുണ്ടായി. അങ്ങനെ ഹോർമോസ് കടലിടുക്ക് ഏതാണ്ട് നിശ്ചലമായതോടെയാണ് ഇന്ധനവില വർദ്ധിച്ചത്. ഇതിന് തുടർച്ചയായി ഹൂത്തികൾ രംഗത്തിറങ്ങുന്നതോടെ ചെങ്കടലിലെ കടലിടുക്ക് കൂടി അടച്ചാൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഇന്ധന ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിലയ്ക്കും. ഇതോടുകൂടി ആർക്കും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ എണ്ണവില വർദ്ധിക്കുമെന്ന ആശങ്കയാണുള്ളത്. മറ്റൊരു നിവൃത്തിയുമില്ലാത്തതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാന വഴി എന്ന നിലയിൽ ഇറാനിലേക്ക് ഗ്രൗണ്ട് ഇൻവേഷനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. ഏതാണ്ട് 10,000 സൈനികരെ ഒരുക്കിയിരിക്കുന്നു. കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുകയായിരിക്കും ആദ്യത്തെ നീക്കം. ഇറാനിലേക്ക് തന്നെ നേരിട്ടിറങ്ങി യുദ്ധം നടത്താതെ നിവൃത്തിയില്ല. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അവസാനത്തെ വഴിയാണ് ഗ്രൗണ്ട് ഇൻവേഷൻ എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ അപകടം പിടിച്ച ഒന്നാവും, അതിന് തുനിയരുതേ എന്ന് അമേരിക്കയ്ക്ക് പശ്ചിമേഷ്യൻ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നു. ട്രംപ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല. എന്നാൽ പെന്റഗൺ ഒരുക്കം തുടങ്ങിയിരിക്കുന്നു. ട്രംപിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും കാര്യങ്ങളുടെ ഗതി നിശ്ചയിക്കുക. എന്നാൽ പെന്റഗൺ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അങ്ങനെ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ നടന്നാൽ പശ്ചിമേഷ്യയിലുള്ള മുഴുവൻ പാശ്ചാത്യ പൗരന്മാരെയും ഒഴിപ്പിക്കാനുള്ള നീക്കങ്ങൾ അതാത് രാജ്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ നാറ്റോയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ട്രംപ് വീണ്ടും രംഗത്തെത്തി. ഇന്നലെ ട്രംപ് ആകപ്പാട് ചെയ്തത് നാറ്റോയെ തള്ളിപ്പറയുകയാണ്. നാറ്റോയെ കൊണ്ടൊരു പ്രയോജനവുമില്ല, ഒരു രൂപ പോലും നാറ്റോയ്ക്ക് വേണ്ടി മുടക്കില്ല, നാറ്റോ പിരിച്ചുവിടണം എന്നൊക്കെയാണ് ട്രംപിൻ്റെ ആവശ്യം. ഇത് നാറ്റോ സഖ്യരാജ്യങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് നാറ്റോയിലെ ഏതെങ്കിലും രാജ്യത്തിന് നേരെ റഷ്യ ആക്രമണം ആരംഭിച്ചാൽ ട്രംപ് കൈയൊഴിയും എന്ന ഭയമാണ് എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ 3 മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടത് ലോകം മുഴുവൻ ചർച്ചയായിട്ടുണ്ട്. എന്നാൽ അവർ ഹിസ്ബുള്ളയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അൽമാനാർ TV-യുടെ റിപ്പോർട്ടർമാരാണെന്നും അവർ ഹിസ്ബുള്ളയുടെ ഓപ്പറേറ്റർമാരാണെന്നുമാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. ഈ 3 മാധ്യമപ്രവർത്തകർ സഞ്ചരിച്ച കാറ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തിയ ആക്രമണമാണ്, അല്ലാതെ ഒരു ആക്രമണത്തിൽ വഴിതെറ്റി കൊണ്ടുവന്നതല്ല. ഇതിനിടയിൽ UAEയുടെ അസാധാരണമായ നീക്കത്തിനെതിരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ മുറുമുറുപ്പ് ഉയർന്നു കഴിഞ്ഞു. UAE ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ട്രാവൽ ഡെസ്റ്റിനേഷൻ എന്ന നിലയിലാണ് ബ്രാൻഡ് ചെയ്ത് മാർക്കറ്റ് ചെയ്തിരുന്നത്. UAEയിലെ തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളുടെയൊക്കെ നിയന്ത്രണം എമിറേറ്റ്സ് അടക്കം പാശ്ചാത്യ പൗരന്മാരുടെ കയ്യിലാണ്. ബ്രിട്ടീഷ് അമേരിക്കൻ പൗരന്മാരാണ് എല്ലാ പ്രധാനപ്പെട്ട മേഖലകളുടെയും പ്രധാന തസ്തികകളിലിരിക്കുന്നത്. മാത്രമല്ല പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റുകൾ പ്രവഹിക്കാറുണ്ട്. അനേകം പേർ അവിടെ ഉണ്ട്. ഈ പാശ്ചാത്യ രാജ്യത്തെ ജനാധിപത്യമല്ല UAEയിലെ ജനാധിപത്യം. അങ്ങനെ എത്തപ്പെട്ടിരുന്ന നിരവധി ബ്രിട്ടീഷ് പൗരന്മാരടക്കമുള്ളവർ, അമേരിക്കൻ പൗരന്മാരടക്കമുള്ളവർ യുദ്ധവുമായി ബന്ധപ്പെട്ട മിസൈലുകൾ ആക്രമിക്കുന്നതിനെയും ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങളും ഫോട്ടോകളും എടുക്കുകയും അത് സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തു. ഇത്തരം വീഡിയോയും ഫോട്ടോകളും ഒക്കെ എടുക്കുകയോ അവ പങ്കുവയ്ക്കുകയോ ചെയ്ത എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് പേരെ ജയിലിലടച്ചു എന്നാണ് റിപ്പോർട്ട്. 70 ബ്രിട്ടീഷ് പൗരന്മാർ മാത്രം, അതായത് ടൂറിസ്റ്റുകളായും എന്തിനേറെ ക്യാബിൻ ക്രൂവായും എത്തിയ 70 ബ്രിട്ടീഷ് പൗരന്മാർ മാത്രം അബുദാബിയിലെയും ദുബായിലെയും ജയിലിലാണെന്ന് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇവർക്കൊന്നും ഭക്ഷണമില്ല, വേണ്ട സാഹചര്യമില്ല, മരുന്നില്ല, ഇവരൊക്കെ ജയിലിലാണ്. ഇതിന് ചിലർക്ക് ജാമ്യം കിട്ടിയാൽ അവരുടെയൊക്കെ പാസ്പോർട്ട് പിടിച്ചു വച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവർക്കാർക്കും പുറത്തേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യമില്ല എന്നാണ് ഈ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതാണ്ട് 2 കോടിയിലധികം രൂപയാണ് ഇത്തരക്കാർക്ക് പിഴ ഈടാക്കുന്നത്. 10 വർഷം വരെ തടവ് കിട്ടുന്ന രാജ്യദ്രോഹ കുറ്റമായി ഇത് കണക്കാക്കപ്പെടുന്നു. മലയാളികളടക്കം ആയിരക്കണക്കിന് പേർ ജയിലിലാണ്. ദുബായിലെയും അബുദാബിയിലെയും ഒക്കെ പോലീസ് ആളുകളുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നെന്നും അവരുടെ മൊബൈൽ ഫോണിൽ ആരെങ്കിലും അയച്ചു തന്നിരിക്കുന്ന ഇത്തരം ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിയമം ബാധകമാവുമെന്നും അറസ്റ്റ് ചെയ്യുന്നുവെന്നുമാണ് ഡെയിലി മെയിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ ഒച്ചപ്പാടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കടുത്ത നിലപാടുമായി UAE സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ അനേകം പാശ്ചാത്യ രാജ്യത്തെ പൗരന്മാർ പോലും ജയിലിലാവുന്നു. മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു തരത്തിലുള്ള ആനുകൂല്യവും വിട്ടുവീഴ്ചയും നിങ്ങൾക്ക് കിട്ടില്ല, സായിപ്പന്മാർക്ക് കിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഇത്തരം ദൃശ്യങ്ങൾ പകരുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും ഒഴിഞ്ഞു പോവുക. ഇവരേതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഫോൺ എടുത്ത് പരിശോധിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പിൽ അംഗമാവുകയും ഇത്തരം ഡ്രോണുകളുടെയും വീഡിയോ ദൃശ്യങ്ങളുടെയും ഒക്കെ പടങ്ങൾ കാണുകയും ചെയ്താൽ നിങ്ങൾക്ക് പണിയാവും. അതുകൊണ്ട് ഏതെങ്കിലും വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം യുദ്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ചിത്രങ്ങൾ, വീഡിയോകൾ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഒരു കാരണവശാലും മൊബൈൽ ഫോണിൽ ഒരു ഫോട്ടോയും വീഡിയോയും സൂക്ഷിക്കരുത്. അതീവ ഗൗരവത്തോടു കൂടി UAE കണക്കാക്കുന്നു.
ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുഖം നോക്കാതെ നടപടിയെടുക്കുന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർക്ക് രക്ഷയില്ലെങ്കിൽ പിന്നെ ഇന്ത്യക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ? ജാഗ്രത എടുക്കുക. പാശ്ചാത്യ രാജ്യങ്ങൾ ബഹളം വയ്ക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ പെട്ടുപോയാൽ ജയിലിലാവും. ജയിലിൽ ആവശ്യത്തിന് ഇടപോലുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.